നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, നമ്മൾ ചെയ്യാൻ വിളിക്കപ്പെട്ടതായ കാര്യങ്ങളുണ്ട്. ആ വിളിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള സമയമേ നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലാത്തതിനുള്ള സമയം കിട്ടുന്നെങ്കിൽ അത് വലിയൊരു അത്ഭുതമാണ്. അതിൻ്റെ പുറകെ നമ്മൾ നടക്കരുത്. ദൈവം നമ്മളെ വിളിച്ച കാര്യങ്ങൾ എന്താണ്, അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക, അതിനുവേണ്ടി നോക്കുക. അപ്പോൾ യേശു കർത്താവിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട്. ലോകത്തിൽ വേറെ ആര് മരിച്ചാലും വീണ്ടെടുപ്പ് വിലയാകത്തില്ലായിരുന്നു. ഇനിയൊരു ദൂതൻ വന്ന് മരിച്ചാലും, ദൂതന്മാർക്ക് മരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് യേശു ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു എന്ന് പറയാൻ കാര്യം. ദൂതന്മാരെക്കാൾ എന്തോ കുറവാണ് യേശുവിനുള്ളത്. ഒറ്റ കാര്യമേ ഉള്ളൂ, ദൂതന്മാർ മരിക്കുകയില്ല. യേശു മരണത്തിന് ഏൽപ്പിച്ചു, മരിച്ചു. അവൻ മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ തേജസ്സും ബഹുമാനവും അണിഞ്ഞവനായി നമ്മൾ കാണുന്നു, അല്ലേ? ദാറ്റ് ഈസ് ദ യുണീക്നെസ് ഓഫ് ജീസസ്. അവൻ ദൂതന്മാരെക്കാൾ ഉയർന്നവനാണ്. പക്ഷേ മരണമേറ്റതുകൊണ്ടാണ് ആ ഒരു വാക്കവിടെ വരുന്നത്. നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം, അല്ലെങ്കിൽ ദൂതന്മാരെക്കാൾ ഒരു താഴ്ച വന്നവനായ യേശു. ബിക്കോസ് ഹി ഡൈഡ്, ഹി എക്സ്പീരിയൻസ്ഡ് ഡെത്ത്. അവൻ മരണം അനുഭവിച്ചു. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഭാഗമാണ് ഞാൻ വായിച്ചത്. അപ്പോൾ യേശുവിൻ്റെ ക്രൂശ് മരണം എന്ന് പറയുന്നത് രക്തസാക്ഷി മരണമല്ല, കൊലപാതകമല്ല, അല്ലെങ്കിൽ യേശുവിൻ്റെ ക്രൂശ് മരണം എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും നിലയിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ഒരു മരണമല്ല. യേശുവിൻ്റെ ക്രൂശ് മരണം എന്ന് പറയുന്നത് വീണ്ടെടുപ്പ് മരണമാണ്. ഹി വാസ് ഡൈയിങ് ഫോർ അസ്. നമുക്ക് പകരമായി നമ്മളെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി കർത്താവ് മരിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് യുണീക്കാണെന്ന് പറയാനായിട്ട് കാര്യം. ഇത് അനന്യമാണ്. ഇത് വേറെ ലോകത്തിലൊരു, ഭൂമിയിലൊരു മനുഷ്യനെ കൊണ്ടോ സ്വർഗത്തിലൊരു ദൂതനെ കൊണ്ടോ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് സ്വർഗസ്ഥ പിതാവ് യേശുവിനെ ഈ കാര്യം ഭരമേൽപ്പിച്ചത്. ലോകത്തിലൊരാൾക്കും ചെയ്യാൻ കഴിയാത്ത കാര്യം. സോ യേശുവിൻ്റെ ക്രൂശ് മരണത്തെ നമ്മൾ അങ്ങനെ കാണണം. മറ്റുള്ളവർക്ക് പല റീസൺസ് കാണും. യേശുവിൻ്റെ മരണം കൊതിച്ച ആളുകൾ, യഹൂദ പ്രഭുക്കന്മാർ യേശുവിൻ്റെ മരണം കൊതിച്ചു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷേ യേശു അവർക്കൊരു ഭീഷണിയാണെന്ന് അവർക്ക് തോന്നിക്കാണും. അതുകൊണ്ടാണ് യേശു മരിക്കണമെന്ന് ജൂയിഷ് റൂളേഴ്സ് ആഗ്രഹിച്ചത്. യേശു ഒരു ഭീഷണിയാണെന്ന്. കാരണം എന്താണ്? യേശു ഉണ്ടെങ്കിൽ അവരുടെ കള്ളത്തരം നടക്കത്തില്ല, അത്രയേ ഉള്ളൂ. പ്രിയമുള്ളവരെ, യേശു എല്ലാവർക്കും ഒരു ആശ്വാസപ്രദനല്ല. അങ്ങനെയാണെന്നെങ്കിൽ എല്ലാവരും യേശുവിനെ സ്വീകരിച്ചേനുമല്ലോ. ലോകത്തിൽ എല്ലാവർക്കും യേശു ഒരു ആശ്വാസപ്രദനല്ല. കള്ളത്തരം കാണിക്കണമെന്നുള്ളവനെ യേശു ഒരു ഭീഷണിയായിട്ടാണ് തോന്നത്തുള്ളൂ. അതുകൊണ്ടാണ് നല്ലൊരു ശതമാനം ആളുകളും യേശു മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. മരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നത് ചരിത്രത്തിലെ മരണമല്ല. ഐ ഡോണ്ട് നീഡ് ജീസസ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ഇരുളുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചു. എന്താണ് ന്യായവിധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു കർത്താവ്, ലോകത്തിൻ്റെ വെളിച്ചമായ യേശു ഭൂമിയിൽ വന്നു. അതിവർക്ക് മനസ്സിലായി, മനസ്സിലാകാതിരുന്നൊന്നുമില്ല. പക്ഷെ മനസ്സിലായിട്ടും അവർ വെളിച്ചത്തിലേക്ക് വന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെളിച്ചത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ പ്രവൃത്തികൾ വെളിപ്പെടും. ഇരുളിൻ്റെ പ്രവൃത്തി ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ ഇരുളിൽ തന്നെ കഴിയാനാണ് എപ്പോഴും മോഹിക്കുന്നത്. അവന് വെളിച്ചത്തിലേക്ക് വരാനുള്ള ഒരു ആഗ്രഹമില്ല. നമ്മൾ ഈ കയ്യാലയൊക്കെ പൊളിക്കുമ്പോൾ ചിലപ്പോൾ ഈ പഴുതാരയൊക്കെ, ഈ കയ്യാലയുടെ പൊത്തിനകത്താണല്ലോ പഴുതാരയൊക്കെ ഇരിക്കുന്നത്. കയ്യാലയുടെ ഒരു കല്ല് പൊളിച്ച് കഴിയുമ്പോൾ പഴുതാര പുറത്തോട്ട് വരുന്നു. അതിൻ്റെ മേൽ സൂര്യപ്രകാശം അടിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പഴുതാര, അയ്യടാ നല്ല വെട്ടം, ഇത്രയും കാലം ഞാൻ വെട്ടം കണ്ടിട്ടില്ല, ഇനി ഈ വെട്ടത്തിൽ തന്നെ അങ്ങ് ജീവിക്കാമെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. പെട്ടെന്ന് തന്നെ അതെന്ത് ചെയ്യുന്നു? അടുത്ത ഇരുളിൻ്റെ പൊത്തിലേക്ക് കയറിപ്പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതേപോലെയാണ് പല വ്യക്തികൾക്കും യേശു കർത്താവ്. എന്തുകൊണ്ട് യേശുവിൻ്റെ വെളിച്ചത്തിലേക്ക് ഇവർ കയറി വരുന്നില്ല? കാരണം യേശുവിൻ്റെ വെളിച്ചത്തിൽ കയറി വന്നാൽ അവരുടെ ഇരുളിൻ്റെ പ്രവൃത്തി വെളിച്ചത്താകുമെന്നുള്ള പേടി കൊണ്ട് യേശുവിനെ നിഷേധിക്കാൻ തയ്യാറാകുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരായ ആളുകൾ, അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ അവർ പറയും. യഹോവ സാക്ഷികളുടെ സ്ഥാപകനായിരുന്ന റസൽ ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പേടി നരകത്തിൽ പോകുമെന്നുള്ളതായിരുന്നു. പലപ്പോഴും പിള്ളേരുടെ അല്ല വലിയവരുടെയൊക്കെ പേടി അതാണല്ലോ. നരകത്തിൽ പോകുമെന്നുള്ള പേടി ഉള്ളതുകൊണ്ട് അദ്ദേഹം ഒരു മതം സ്ഥാപിച്ചപ്പോൾ യഹോവ സാക്ഷികളുടെ ചിന്ത അനുസരിച്ച് there is no hell.
അവർക്ക് എന്തില്ല? നരകമില്ല. അവർ പറയുന്നത് നരകമില്ലെന്നാ. അനിഹിലേഷനിൽ അവർക്ക് വിശ്വാസം. അതായത് ആത്മാവ് അങ്ങ് ഒന്നുകിൽ എന്താണ് അവരുടെ കിങ്ഡം ഹോൾ എന്നവർ പറയുന്നത്, കിങ്ഡത്തിൻ്റെ ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇല്ലാതെയായി പോവുകയാണ്. കാര്യം എന്നറിയാമോ? റസലിന് നരകം പേടിയായിരുന്നത് കൊണ്ട് നരകമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ പേടിക്കണ്ടല്ലോ. നരകമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. പ്രിയമുള്ളവരെ, ഇവിടെയാണ് ഈ യഹൂദ മത നേതാക്കൾ എന്തുകൊണ്ട് യേശുവിനെ ക്രൂശിക്കാൻ ആഗ്രഹിച്ചെന്ന് ചോദിച്ചാൽ എൻ്റെ അർത്ഥം അതാണ്. മോസ്റ്റ് ഓഫ് ദം വേർ ദേ വെർ ഫിയറിങ് ജീസസ്. അവരുടെ കള്ളത്തരം നടക്കത്തില്ല. ആർക്കാണ് വെളിച്ചത്തെ പേടി? ഇരുളിൽ വസിക്കുന്നവർക്ക് മാത്രമേ വെളിച്ചത്തെ പേടിയുള്ളൂ, അല്ലാത്ത ആർക്കുമില്ല. അല്ലെങ്കിൽ വെളിച്ചത്തിലേക്ക് വരാൻ ഇഷ്ടമില്ലാത്തവർ. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 19-ാം വാക്യത്തിൽ വായിച്ചത്, വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യൻ്റെ പ്രവൃത്തി ഇരുളുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. ഇരുളിനെ സ്നേഹിക്കുന്നവനാണ് വെളിച്ചത്തിലേക്ക് വരാൻ ഇഷ്ടമില്ലാത്തത്. ഈ പണ്ടൊക്കെ എനിക്ക് ചെറുപ്പത്തിൽ പ്രവാചകന്മാരുള്ള യോഗത്തിന് പോകാൻ പേടിയായിരുന്നു. എന്ന് ചോദിച്ചാൽ നമ്മൾ കള്ളത്തരമല്ലോ വിളിച്ചു പറയുമോ എന്നുള്ള ഒരു പേടി. ഇന്നൊരു പേടിയില്ല, കാര്യം അതൊന്നും പറയത്തില്ലെന്നറിയാം. കള്ളത്തരം ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല. ഇന്നിപ്പോൾ അമേരിക്കൻ വിസയൊക്കെ അല്ലേ സ്വപ്നം കാണുന്നത്. എനിക്ക് വേണ്ട, ഞാൻ പറഞ്ഞത് വേണ്ടുന്നൊരു ഒത്തിരി പേരുണ്ടല്ലോ. അതുകൊണ്ട് എന്താ, പ്രവാചകന്മാരെല്ലാം വന്നിട്ട് കാര്യം ആരും കള്ളത്തരമൊന്നും പറയാനൊന്നും പോകുന്നില്ല. അതുകൊണ്ടൊരു പേടിയില്ലല്ലോ. പ്രവാചകനുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്താ ഈ പ്രവാചകന്മാർ വരുമ്പോഴൊക്കെ പണ്ടില്ലാതിരുന്ന രീതിയിൽ ഈ പേടിയില്ലാതെ പ്രവാചകന്മാരുടെ യോഗത്തിന് പോയിരിക്കുന്നതെന്ന്. കാര്യം എന്നറിയാമോ? അവരൊന്നും കള്ളത്തരമൊന്നും വെളിപ്പെടുത്താൻ പോകുന്നില്ല. പണ്ടൊക്കെ ഭയങ്കര പേടിയായിരുന്നു. എന്നാ, ഞാൻ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ പേടിയിലായിരുന്നു. ആ പേടിയാ ആവശ്യം, അതില്ലാത്തതാ ഇന്നത്തെ പ്രശ്നം. ആ പേടിയില്ല, അല്ലേ? അവർ ഇരുളിനെ സ്നേഹിക്കുന്നത് കൊണ്ട് അവർ വെളിച്ചത്തിലേക്ക് വരാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ പരീശന്മാർ യേശുവിൻ്റെ മരണം കൊതിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1-2 കാരണങ്ങളുണ്ട്. ഒന്ന്, യേശു അവരെ എപ്പോഴും അങ്ങ് അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശവക്കല്ല തേച്ച ശവക്കല്ലറകളെ ഭയങ്കര, എപ്പോൾ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾ അഭിനയിക്കുകയാണ്, നിങ്ങൾക്ക് ഹൃദയത്തിലൊന്നും ഇല്ലാത്തവരാണ്. എന്നാൽ യേശു പരീശന്മാരെ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യുന്നുമുണ്ട്. ഈ പരീശൻ എന്ന് പറഞ്ഞാൽ കപടഭക്തൻ എന്നുള്ള അർത്ഥം ഇപ്പോഴാണ് ഉണ്ടായത്. പരീശന്മാരുടെ തുടക്കം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കള്ളത്തരത്തിലല്ല. BC 2-ാം നൂറ്റാണ്ടിൽ ഇസ്രായേൽ സിറിയായുടെ കീഴിൽ, ആൻറ്റിയോക്കസ് എപ്പിഫാനസിൻ്റെ കീഴിൽ അടിമത്തത്തിലായിരുന്ന സമയത്ത് പള്ളി അവർ നിരോധിച്ചു. പിന്നീട് അന്നുണ്ടായിരുന്ന യഹൂദ സഭകളൊക്കെ ഒളിവ് സഭകളായിരുന്നു. ആ ഒളിവ് സഭകൾ ഉണ്ടായിരുന്ന കാലയളവിൽ പോലും കർത്താവിന് വേണ്ടി വീറോടെ വേർപെട്ടവരാണ് പരീശന്മാർ. അപ്പോൾ ശരിക്കും അവർ ഹസീദിം എന്ന് പറയുന്ന ഒരു ബാച്ചാണ്. ഹസീദ് എന്ന് പറഞ്ഞാൽ വേർപെട്ടവരാണ്, വേർപാടുകാരാണ്, വേർപെട്ട സഭ. ഇന്നത്തെ വേർപാട് ബെന്തിക്കോസ് സഭകളിലൊക്കെ ഒരു ജൂയിഷ് വേർഷനാണ് ശരിക്കും പരീശന്മാർ. കാരണം സഭ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ കർത്താവിന് വേണ്ടി വീറോടെ ധൈര്യത്തോടെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും സമയം ചെലവഴിച്ച, ദൈവവചനമനുസരിച്ച് ജീവിക്കാൻ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത വ്യക്തികളാണ് BC 2-ാം നൂറ്റാണ്ടിലെ പരീശന്മാർ. പക്ഷെ കാലക്രമേണ എന്ത് സംഭവിച്ചെന്നറിയാമോ? അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോഴും പിന്നെയും ഇവർ ഉപവസിച്ചു. അവർക്ക് ഉപവാസമുണ്ട്, പക്ഷേ ആത്മാവില്ല. അവർക്ക് പ്രാർത്ഥനയുണ്ട്, പക്ഷേ സീലില്ല. ഇന്ന് നമുക്കും പറ്റിയിരിക്കുന്നത് പോലുള്ള പ്രശ്നം അതാണ്. നമ്മൾ വേർപെട്ടവരായി കർത്താവിന് വേണ്ടി വീറോടെ നിന്നവർ അന്ന് ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ എന്തിനു വേണ്ടിയായിരുന്നു? ദൈവത്തോട് അടുക്കാനും കർത്താവിനോട് അടുത്തിടപഴകാനും. മണവാളൻ കൂടെയില്ലാത്ത അവസ്ഥ വരുമ്പോൾ ഉപവസിക്കുന്ന കർത്താവ് പറഞ്ഞത്. ആ ദൈവ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരാനും ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുകയും അങ്ങനെ ഒരു സ്റ്റേജ് നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഉപവാസമുണ്ട്, ഇന്ന് പ്രാർത്ഥനയുണ്ട്, ഇന്ന് എല്ലാ ബൈബിൾ ക്ലാസ്സുണ്ട്, എല്ലാ സാധനമുണ്ട്. ആ പരീശന്മാരെ പോലെ ചട്ടക്കൂടുകളെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് യേശു പരീശന്മാരോട് ഇത്ര ക്രൂരമായി കളിയാക്കി പറയുന്നത്. അതിൻ്റെ അർത്ഥം പരീശന്മാരെല്ലാം മോശക്കാരാണെന്നല്ല. ആ കാലയളവിൽ പരീശന്മാരെ ബഹുമാനിതരുമായിരുന്നു. ജനങ്ങളുടെ മധ്യത്തിൽ അവർക്ക് നല്ലൊരു പേരുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ പൗലോസ് ധൈര്യത്തോടെ ഞാൻ പരീശനിൽ നിന്ന് ജനിച്ച പരീശൻ എന്ന് ഉറപ്പോടെ പറയുന്നത്. ബിക്കോസ് പരീശന്മാർ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കള്ളത്തരത്തിൽ വീണുപോയവരാണ്, അല്ലാതെ ജനിച്ചപ്പോഴേ കള്ളന്മാരല്ലായിരുന്നു. അല്ലെങ്കിൽ അവർ ആ ഒരു ഗ്രൂപ്പ് ഉണ്ടായപ്പോഴേ മോശക്കാരായിരുന്നില്ല.
അതുകൊണ്ട് പരീശന്മാർക്ക് യേശുവിൻ്റെ മരണം ഇവൻ ഞങ്ങളെല്ലാം ഇങ്ങനെ എപ്പോഴും ഇതൊക്കെ വെറുതെയാണ്, അതൊക്കെ നമുക്കെല്ലാം ഒരു പ്രശ്നം അതാണ്. ഇന്നും ദൈവസഭയിലെ കുറവുകൾ നമ്മൾ ചൂണ്ടിക്കാണിച്ച് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു ഗ്രൂപ്പ് ഒരിക്കൽ പറഞ്ഞ്, ഞാൻ ഒരിടത്ത് ഒരു പ്രാവശ്യം പ്രസംഗിച്ച് പിറ്റേ പ്രാവശ്യം അവിടെ ചെല്ലാൻ നേരം അവിടുത്തെ സഭാ നേതാക്കന്മാരെല്ലാം കൂടെ കൂടിയിട്ട് പറഞ്ഞു, ഓ നമ്മൾ വടി കൊടുത്ത് നമ്മൾ തന്നെ എന്തിനാ അടി വാങ്ങിക്കുന്നതെന്ന്. നമ്മൾ വടി കൊടുത്ത് നമ്മൾ തന്നെ എന്തിനാ അടി വാങ്ങിക്കുന്നതെന്ന്. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ അങ്ങനെ പ്രസംഗിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ ഇവനൊന്ന് ക്രൂശിക്കപ്പെട്ട് കിട്ടിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നെന്ന് പല പരീശന്മാരും ചിന്തിച്ചിട്ടുണ്ടാകാം. എന്നാൽ പല പരീശന്മാരും അതുകൊണ്ടല്ല, പല പരീശന്മാരും യേശു ക്രൂശിക്കപ്പെടാൻ ആഗ്രഹിച്ചതിൻ്റെ കാരണം എന്തെന്നറിയാമോ? യേശു ഒരു ദൈവദൂഷകനാണെന്ന് അവർക്ക് തോന്നിയത് കൊണ്ടാണ്. അതായത് ഒരു കാർപ്പൻ്ററുടെ മകൻ മശിഹയാണെന്ന് അവകാശപ്പെട്ടപ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട പരീശപക്ഷവും അല്ലെങ്കിൽ സദൂക്യരിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആത്മീകരായ പല ആളുകളും അവനെ ക്രൂശിക്കുക എന്ന് മുദ്രാവാക്യം മുഴക്കേണ്ട ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിവില്ലായ്മ കൊണ്ടാണ്. അവർ മശിഹയാണെന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ട് യേശുവിൻ്റെ പ്രാർത്ഥനയുടെ ഒരു നല്ലൊരു ശതമാനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ യേശുവിനെതിരെ അവനെ ക്രൂശിക്കുക എന്ന് മുറവിളി നടത്തിയതായ ഇഗ്നറൻസ് കൊണ്ട്, അജ്ഞത കൊണ്ട് യേശുവിനെ ക്രൂശിക്കാൻ ആവശ്യപ്പെട്ടവരായ ആളുകൾക്ക് വേണ്ടിയാണ് യേശു കർത്താവ് പിതാവിനോട് അപേക്ഷ കഴിക്കുന്നത്. ഇനിയും ഇതേപോലെ തന്നെ നമ്മൾ വേറെ ചില കാര്യങ്ങളിലൂടെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് സമയത്തിനനുസരിച്ച് നമുക്ക് പഠിക്കാം. പക്ഷേ ഞാൻ എൻ്റെ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ ആദ്യത്തെ പ്രാർത്ഥനയാണ് നമ്മൾ കാണുന്നത്. കർത്താവ് ഇവർ ചെയ്യുന്നത് എന്ത് എന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. അജ്ഞതയിൽ ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് അവരോട് ക്ഷമിക്കണമേ എന്നാണ് കർത്താവ് അവിടെ പറയുന്നത്, അല്ലാതെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെ അല്ല. എന്നാൽ അജ്ഞത എപ്പോഴും അക്സെപ്റ്റ് ചെയ്യപ്പെടുമോ? അജ്ഞരായതുകൊണ്ട് മാത്രമോ ഓക്കെ അവൻ അറിവില്ലായ്മ കൊണ്ടല്ലേ എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. അറിവില്ലായ്മയും അപകടകരമാണ്. അറിയാതെ ചെയ്താലും അപകടകരമാണ്. അതിനെക്കുറിച്ച് നമുക്ക് വൈകിട്ടത്തെ സെഷനിൽ കുറെ കൂടി ആഴത്തിൽ പഠിക്കാം. അറിയാതെ ചെയ്താലും അപകടമാണെന്ന് പറയാനുള്ള ഒരു കാരണം, നമ്മുടെ വീട്ടിലൊക്കെ ഈ ഇലക്ട്രിക് സോക്കറ്റ്സ്, ഇപ്പം അടഞ്ഞിരിക്കുന്ന സോക്കറ്റ്സ് ആണ് ഇപ്പോൾ കിട്ടുന്നതെല്ലാം. പണ്ടങ്ങനല്ല. ഇലക്ട്രിക് സോക്കറ്റ്സ് എന്താണ്? ഒരു കിഴുത്തയുണ്ട്, നമ്മുടെ പ്ലഗ് കുത്തുമ്പോഴത്തേക്ക് ആ പ്ലഗ് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലഗ് കുത്തിയാലേ അത് തുറന്ന് വരത്തുള്ളൂ. നേരത്തെ അങ്ങനല്ല, ഇറ്റ് വാസ് ഓപ്പൺ. നിങ്ങളുടെ കുഞ്ഞ് ഓൺ ചെയ്തിട്ടിരിക്കുന്ന ഒരു പ്ലഗിലേക്ക് നിങ്ങൾ കൈ തൊട്ടാൽ എന്ത് ചെയ്യും? കറണ്ട് അടിക്കും. പക്ഷെ നിങ്ങളുടെ കുഞ്ഞ് ഇതിനകത്തെ അപകടം അറിയാതെ അതിനകത്ത് കൈ കൊണ്ടിട്ട് കഴിഞ്ഞാൽ കറണ്ട് അടിക്കുമോ ഇല്ലയോ? അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും എന്ത് ചെയ്യും? കറണ്ട് അടിക്കും. ഇതുപോലെ തന്നെ ദൈവിക സത്യങ്ങൾ അറിവില്ലാഞ്ഞതുകൊണ്ട് മാത്രം പൊറുക്കപ്പെടണമെന്ന് നിർബന്ധമില്ല. അതിൻ്റെ അപകടം അറിയുന്നവർക്കും അറിവില്ലാത്തവർക്കും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് യേശു കർത്താവ് ഇവർ ചെയ്യുന്നതെന്ന് അറിയായിക്കാൽ ഇവരോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു ഇൻ്റർസെസറി പ്രയറാണ്. നമുക്ക് അടുത്ത സെഷനിൽ അതിനെക്കുറിച്ച് പഠിക്കാം. ഞാനിവിടെ പറഞ്ഞിവിടെ നിർത്തുകയാണ്. അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അവൻ അറിവില്ലാത്തത് കൊണ്ടല്ലേ എന്ന് മാത്രം പറഞ്ഞ് നമുക്ക് കാര്യങ്ങളെ ലഘുവായെടുക്കാനായിട്ട് കഴിയില്ല. കാരണം തെറ്റായ വഴി തിരഞ്ഞെടുത്താലും വഴി തെറ്റിപ്പോയാലും ചെല്ലുന്നത് അപകടത്തിലാണ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. തെറ്റായ വഴി തിരഞ്ഞെടുത്താലും വഴി തെറ്റിപ്പോയാലും ചെല്ലുന്നത് എവിടെ തന്നെയാണ്? അപകടത്തിലാണ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് യേശു കർത്താവിനെ ക്രൂശിക്കുവാൻ ഓരോരുത്തരും തീരുമാനമെടുക്കുമ്പോൾ അതിനകത്ത് ഒരു കൂട്ടർ അറിഞ്ഞുകൊണ്ട് അവനെ കൊല്ലാനായിട്ട് അവനെ ക്രൂശിക്കാൻ പറഞ്ഞു, ഒരു കൂട്ടർ അറിവില്ലാത്തവരായി